ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ക്യാനാണെങ്കിൽ സിറിൻ്റെ റൂമിൽ കയറുകയും സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതറിയാതെ സിറും വിമ്മും റൂമിലേക്ക് കയറി വരികയും വിമ്മാണെങ്കിൽ നീ എപ്പോഴും അവൻ്റെ അടുത്ത് പാരലൽ യൂണിവേഴ്സിൻ്റെ സത്യം തുറന്ന് പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സിറ് നോക്കുമ്പോൾ അവൻ്റെ ആ ഒരു സ്കൂളിലത്തെ ബുക്കാണെങ്കിൽ അവിടെ ടേബിളിലിരിക്കുകയാണ്. അങ്ങനെ അവന് മനസ്സിലാവുന്നുണ്ട് സത്യം മനസ്സിലാക്കിയത്. അതേസമയം ക്യാനാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു നിർത്തിയത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ക്യാൻ അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ സിറാണെങ്കിൽ ക്യാൻ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നീ മറുപടി താ. നീ ശരിക്കും പാരലൽ യൂണിവേഴ്സിൽ നിന്ന് വന്നതാണോ അല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നും കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറ് അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ക്യാനിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞിറങ്ങി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലീസ്. അത് പിന്നെ ഹോസ്പിറ്റലിൽ എണീറ്റതും എന്ന് പറഞ്ഞതും ക്യാനാണെങ്കിൽ വേണ്ട എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ സിറാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നീ എന്നെ സ്നേഹിച്ചിരുന്നു, എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ സത്യമാണെങ്കിൽ എൻ്റെ കൈ വിടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ കൈ വിടുന്നുണ്ട്. ക്യാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സിറ സമയം സോറി എന്നും കൂടെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സിറാണെങ്കിൽ ഇപ്പോൾ ക്യാനിൻ്റെ റൂമിൽ കിടന്നുറങ്ങുവാണ്. രാവിലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാനാണെങ്കിൽ സിർ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ സിർ എഴുന്നേക്കുന്നതും ക്യാനാണെങ്കിൽ നീ എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞേ, നീ എന്തിനാ എന്നെ പറ്റിച്ചേ, നീ എന്ത് വൃത്തിയായിട്ടവനാ, നീ ഭയങ്കര ഒരു കള്ളം പറയുന്ന ഒരുത്തനാന്നൊക്കെ പറഞ്ഞിട്ട് അവനോടിങ്ങനെ ഷൗട്ട് ചെയ്യാണ്. ആ സമയം സിർ അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ക്യാൻ നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയാണ്. അത് സിർ കണ്ടൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഈ ഒരു സ്വപ്നവും കണ്ട് അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയമൊക്കെ അവനാണെങ്കിൽ ക്യാനിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ക്യാനിനെ കാണിക്കുകയാണെങ്കിൽ അവൻ റൂമിൻ്റെ അതിരുന്ന് കരയുവാണ്. കരയുന്ന ടൈമിന് ഇരുന്ന് സ്വയം പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞേ, എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചേ, ഞാനാണെങ്കിൽ എന്തുമാത്രം വിഷമത്തിലാണെന്നറിയാവോ, എനിക്ക് ഒത്തിരി ഹേർട്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവ ഇരുന്നും കരയുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ക്യാനാണെങ്കിൽ റെഡിയായിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിർ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ക്യാനിനെ കാണുന്നതും സിറാണെങ്കിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുന്നതാണെന്ന് തന്നെ സിറിന് മനസ്സിലാവുന്നുണ്ട്. അവൻ കരഞ്ഞെന്ന്. അതുകൊണ്ട് തന്നെ ക്യാനിൻ്റെ അടുത്ത് നിനക്ക് ഐസ് പാക്ക് വേണം, നിൻ്റെ കണ്ണ് മൊത്തം കാരം കെട്ട് ചുമന്നിരിക്കുന്നുണ്ട്, നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ എനിക്കൊന്നും വേണ്ട, കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നിന്നെ കാണണമെന്ന് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം വിമ്മാണെങ്കിൽ കോളേജിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ ക്യാനാണെങ്കിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് സിറിൻ്റെ അടുത്ത് നീ ശരിക്കും പാരലൽ യൂണിവേഴ്സിലാണോ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിറും വിമ്മും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം വിമ്മ് ഞാൻ കാരണമായിരിക്കും അല്ലേ സത്യങ്ങളൊക്കെ അറിഞ്ഞത്, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ഇതിൽ നീയോട്ടൊരു ബന്ധവും ഇല്ല, അല്ലെങ്കിലും അവൻ എപ്പോഴായാലും സത്യങ്ങൾ അറിയേണ്ടതാ, ഞാനാണെങ്കിൽ ഒരു പേടി തൊട്ടതായിരുന്നു തുറന്ന് പറയാതെ വെച്ചുകൊണ്ടിരുന്നു, അപ്പോൾ പിന്നെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം തോന്നുന്ന ലെവലിൽ തെറ്റൊന്നുമില്ല, അവൻ മിക്കവാറും ഞാനൊരു ബ്രേക്കപ്പ് ആവുമായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വിമ്മ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അത് പിന്നെ അവന് കുറച്ച് ദിവസത്തേക്ക് ദേഷ്യം കാണും, പക്ഷേ അത് ഓക്കെ ആവും, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജിന്നിന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ജിന്നിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിക്കുന്നില്ല, നീ പോയി സംസാരിച്ച് നോക്ക്, അവനാണെങ്കിൽ ഞാൻ എപ്പോൾ ചെന്നാലും എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് പറയുന്നുണ്ട്. സിറപ്പോൾ അവൻ നിന്നെ പറ്റിക്കാൻ നോക്കുന്നതല്ല, അവൻ നിൻ്റെ അടുത്ത് പറഞ്ഞതെല്ലാം സത്യമാണ്, അവൻ ശരിക്കും ആൾക്കാരുടെ മൈൻഡ് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മൈൻഡ് വായിച്ചിട്ട് എൻ്റെയും ക്യാനിൻ്റെയും കാര്യങ്ങളെല്ലാം അവൻ കണ്ടുപിടിച്ചിട്ടുമുണ്ട്, അവൻ പറഞ്ഞതൊന്നും കള്ളമല്ല എന്ന് പറയുന്നുണ്ട്. വിമ്മപ്പോൾ ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം ചെയ്യും, എനിക്കാണെങ്കിൽ ഇനി അവയില്ലാതെ പറ്റത്തില്ല, മുമ്പ് ഞാൻ അവനില്ലാതെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തിട്ടായാലും ശരി ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് അവയില്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോൺവെർസേഷനായിരുന്നു വിം ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വിമ്മ് ആരെയോ കോൾ ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ജിന്നാണെങ്കിൽ പുറത്തൊരിടത്ത് വന്നിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വിമ്മ് വന്നിരിക്കുന്നതാണ്. ജിന്നിന് മുമ്പെന്നല്ല ഇപ്പോഴായാൽ പോലും ആരെങ്കിലും അവൻ്റെ അടുത്തേക്ക് വന്നാൽ പോലും അവൻ്റെ മൈൻഡിൻ്റെ ആ ഒരു പവർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ വിമ്മിൻ്റെ അടുത്ത് അതിപ്പോൾ വർക്കാവാത്തതുകൊണ്ട് തന്നെ വിമ്മ് അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതും അവൻ അറിയുന്നില്ല, വിമ്മ് വിളിക്കുമ്പോഴാണ് ഇവ അറിയുന്നത്. അപ്പോൾ ജിന്നും വിമ്മിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതുപോലെ നീ വരുന്ന സാധനം അറിയാൻ പറ്റുന്നതാണ്, ഇപ്പോൾ അറിയാൻ പറ്റിയില്ല, എന്തായാലും അങ്ങനെ പവർ പോകുന്നത് അത്ര മോശമുള്ള സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാൻ സിറിനോട് സംസാരിച്ചു ഓൾറെഡി, പിന്നെ ക്യാനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ക്യാനിനെ ഞാൻ രാവിലെ കണ്ടായിരുന്നു,
അവൻ സത്യമൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. അവൻ ഒരുമാതിരി ഇരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ ക്യാനിൻ്റെ അടുത്ത് അവൻ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വെച്ചപ്പോൾ ഇല്ല, ക്യാൻ ഒരിക്കലും സിറിനെ പറ്റി എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മോശമായിട്ട് പറയത്തില്ല. അവൻ്റെ മൈൻഡിലൂടെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. ഒരു കാര്യം, എനിക്ക് ക്യാനിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇത് തന്നെയാണ്. അവൻ ഒരിക്കലും ആരെയും പിന്നെ ഇവനെ കുറ്റം പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം വിമ്മാണെങ്കിൽ നിനക്ക് ശരിക്കും കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്ന് വെച്ചപ്പോൾ എന്നെ ഇപ്പോഴും വിശ്വാസമില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയം വിമ്മ ഞാൻ ചോദിച്ചതിന് മറുപടി അറിയാനൊക്കെ പറയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ആ കേൾക്കാൻ പറ്റുന്ന പവറിനെ പറ്റി ഞാനാണെങ്കിൽ ഒരാളുടെ അടുത്ത് തുറന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഒത്തിരി വർഷമായി. കാരണം ഞാൻ ആരടുത്ത് പറഞ്ഞാലും എനിക്കെന്തോ കുഴപ്പമാണ്, അല്ലെങ്കിൽ അറ്റൻഷനൊക്കെ പിടിച്ചു വാങ്ങാൻ വേണ്ടി ഞാൻ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ കരുതിയിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് ആ സമയം വിമ്മ്. പക്ഷേ അങ്ങനെ ആ മൈൻഡിലുള്ള കേൾക്കുന്നത് അത്ര മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ നീ എൻ്റെ മൈൻഡിലുള്ളത് കേട്ടാലും കുഴപ്പമില്ല, കാരണം ഞാൻ നല്ലതുപോലെ മൈൻഡിൽ ചീത്ത വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചിന്ന മിക്കവാറും അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് നിന്നെ ഇപ്പോൾ കേൾക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ജിന്നാണെങ്കിൽ എനിക്ക് നിൻ്റെ മുന്നിൽ ഓപ്പണായിട്ടിരിക്കാൻ പറ്റും. അതിന് കാരണം എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ്. നീ പിന്നെ എന്നെ ജഡ്ജ് ചെയ്യത്തില്ല എന്നും മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണോ കാണിച്ചത് അതുപോലെ കാണിക്കത്തില്ല എന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ വിമ്മാണെങ്കിൽ നിനക്ക് എൻ്റെ മൈൻഡ് വായിക്കാൻ ഇനി പറ്റിയാലും ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല. പിന്നെ നിനക്ക് എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്? നിനക്കെന്നെ ഇഷ്ടമാണോ? എനിക്കത് നിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വിമ്മിന് തുറന്ന് പറയാൻ ഒരു മടിയുള്ളതുകൊണ്ട് തന്നെ ജിന്നിനോട് നീ ആദ്യം പറയാനായി പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് ഞാൻ അത് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കിത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ വിമ്മിന് ഇപ്പോഴും അത് ഓപ്പണായിട്ട് പറയാനൊരു മടിയാണ്. ആ സമയം പെട്ടെന്ന് ജിന്ന് വിമ്മിനെ കിസ് ചെയ്യുന്നുണ്ട്. വിം ആ സമയം തിരിച്ചവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിസ് ചെയ്ത് കഴിയുമ്പോൾ ജിന്നിന് മനസ്സിലാവുന്നുണ്ട് വിമ്മിന് തന്നെ നല്ലപോലെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ജിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഫീലിങ്സ് മ്യൂച്വൽ ആണെന്ന്, നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്യാൻ ആണെങ്കിൽ കോളേജിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങുന്നതാണ്. എന്നാൽ രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അവനങ്ങനെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും സിറ് ഓൾറെഡി ഇവന് വേണ്ടിയിട്ട് ഒരു കുടയും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിറ് എന്നിട്ട് ആ കുട അവൻ്റെ കയ്യിൽ കൊടുക്കാൻ നോക്കിയിട്ട് നീ ഇതെടുത്ത് വെച്ചോ, മഴ പെയ്യുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ക്യാൻ ആ കുടയിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റിക്കി നോട്ടിൽ താങ്ക് യു എന്നും പറഞ്ഞ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു വർഷം മുമ്പ് ക്യാൻ ഒരു ദിവസം ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ്റെ കയ്യിൽ കുടയും എന്നാൽ നോക്കിയപ്പോൾ അവിടെ തൂണിൻ്റെ സൈഡിലായിട്ട് ഒരു കുട ഇരിക്കുന്ന കണ്ടിട്ട് അവനാണെങ്കിൽ ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞിട്ട് ആ ഒരു കുട എടുക്കുവാണ്. നെക്സ്റ്റ് ഡേ ആ കുട ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കൂടെ ആ കുടയുടെ പുറത്ത് താങ്ക് യു എന്നും പറഞ്ഞിട്ടൊരു സ്റ്റിക്കി നോട്ട് എഴുതി ഒട്ടിക്കുന്നുണ്ട്. ആ സെയിം കുട തന്നെയാണ് ആ ഒട്ടിച്ച സ്റ്റിക്കി നോട്ടും അതുപോലെ അതിലിരിപ്പുണ്ട്. അപ്പോൾ സിറിപ്പ് പറയാണ് ആ കുട എൻ്റെ ആയിരുന്നു, ഞാനായിരുന്നു നിനക്ക് വേണ്ടത് അവിടെ വച്ചിരുന്നത് എന്നിങ്ങനെ പറയാണ്. ആ സമയം ക്യാനിന് മനസ്സിലാകുന്നുണ്ട് തന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നതും തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന സിറാണെന്ന്. എന്നാൽ ഇപ്പോൾ അവനാണെങ്കിൽ അതോർത്ത് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ തിരിച്ച് റിയാക്ട് ചെയ്യേ ആ കുട വാങ്ങി ഒന്നും തന്നെ ചെയ്യാതെ അങ്ങ് പോയി കളയുവാണ്. അതിനുശേഷം അടുത്ത ദിവസം ഇവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഭയങ്കര മൂഡ് ഓഫ് ഇരിക്കുകയാണ്. ആ സമയം അഷിയാണെങ്കിൽ ഒരു കവർ കൊടുത്തിട്ട് സിറ് ഇത് നിനക്ക് വേണ്ടി വെച്ചിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സ്നാക്സ് ആയിരുന്നു. ഒരു നോട്ടും വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഫുഡ് കഴിക്കുക, എനിക്ക് നിന്നെക്കുറിച്ചോർത്ത് ടെൻഷൻ ഉണ്ടെന്ന്. ആ സമയം ഇവനാണെങ്കിൽ അതെടുത്ത് കഴിക്കുന്നൊന്നുമില്ല. ജിന്ന സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെക്കുറിച്ചോർത്ത് ടെൻഷനുണ്ട്, നീയാണെങ്കിൽ സിറ് പറയുന്നൊന്ന് കേട്ട് നോക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ക്യാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. ആ സമയം അവൻ എപ്പോഴും അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ പാവാന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് സത്യത്തിൽ ഗാർഡിയൻ ഏഞ്ചൽ അങ്ങനെ ഒന്നും തന്നെയില്ല, എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് സിറായിരുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ ടേബിളിൽ ഒരു ബൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആ ബൊക്കെ സിറ് വച്ചാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് പോയി എടുത്ത് നോക്കിയിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുകയാണ്. അതേസമയം ടാബ് അത് അവൻ്റെ ആയിരിക്കാം, മേ ബി സിറിൻ്റെ ആയിരിക്കാം. ആ ഒരു ടാബ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഇവൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ സിറ് അതിൻ്റെ അകത്തൊരു വീഡിയോ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ആ വീഡിയോ പ്ലേ ആക്കി നോക്കുമ്പോൾ സിറാണെങ്കിൽ ക്യാൻ എനിക്ക് അങ്ങനെ അത്ര നന്നായിട്ടൊന്നും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കി തരാൻ അറിയത്തില്ല എന്ന് നിനക്ക് ഓൾറെഡി അറിഞ്ഞേക്കാം. പിന്നെ മനോഹരമായിട്ടുള്ള വാക്കുകളും ഉണ്ട്, ഇതെങ്ങനെ പറയാനും എന്നെനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയേക്കാം. ഞാനാണെങ്കിൽ ഒത്തിരി കള്ളവും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത്. എന്നാൽ ഞാൻ സത്യമായിട്ട് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. സ്കൂൾ ടൈം തൊട്ടേ എനിക്കിഷ്ടമായിരുന്നു. നീയാണ് എൻ്റെ ലൈഫ് സേവ് ചെയ്തത്, അത് നിനക്കറിയത്തില്ലായിരുന്നു. അമ്മ അച്ഛനോടുള്ള റിവഞ്ചായിട്ടുള്ള ഒരു ആയുധമായിട്ട് മാത്രം എന്നെ കണക്കാക്കി അവർ പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നീ എൻ്റെ ലൈഫിലോട്ട് കയറി വന്നത്. അങ്ങനെയാണ് എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയത്. നീ ഏത് കോളേജിലാണോ പഠിക്കുന്നത് അങ്ങോട്ടേക്ക് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാണ്. നീ ഏത് അപ്പാർട്ട്മെൻറ്റിലാണോ താമസിക്കുന്നത് അങ്ങോട്ടേക്ക് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാണ്. എത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൻ്റെ നിഴലായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു സൈക്കോ ആണെന്നല്ലോ നീ വിചാരിച്ചേക്കാം. പക്ഷെ അല്ല, എനിക്ക് നിന്നോട് ഉണ്ടാവണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അത് മാറി.
എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഞാൻ മരിക്കാറായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു പോയൊരു സംഭവമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും സംസാരിച്ചില്ല, എനിക്ക് നീയുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടത്തില്ലേ എന്ന്. നമ്മൾ എന്തുകൊണ്ട് മുമ്പേ സംസാരിച്ച് തുടങ്ങിയില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. നിനക്ക് എൻ്റെ അടുത്ത് ഒത്തിരി ദേഷ്യം തോന്നിയേക്കാം, പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നൊരാഗ്രഹം മാത്രമേ തോന്നിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് ഇവനൊരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പറയുന്നുണ്ട് ലാസ്റ്റായിട്ട്, ഞാൻ പ്രോമിസ് ചെയ്യുക ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ മുന്നിലേക്ക് വരത്തില്ല എന്ന് പറയാണ്. അതും പറഞ്ഞുകൊണ്ട് സിർ കരയുന്നുണ്ട്. വീഡിയോ അവിടെ എൻഡ് ആവുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാനും കരഞ്ഞിട്ട്, സിർ ഞാൻ നിൻ്റെ കാല് പിടിക്കാം, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഉടനെ തന്നെ സിറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ മഴയൊന്നും നോക്കാതെ ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് അവൻ കോളേജിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് കാണുന്ന പിള്ളേരുടെ എല്ലായിടത്തും സിറിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അവർക്കാർക്കും അറിയത്തില്ല. ആ സമയം റോം അങ്ങോട്ടേക്ക് വരുമ്പോൾ അവനോട് ചോദിക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഇവൻ ഭയങ്കര പൊട്ടത്തരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാൻ ദേഷ്യം വന്നിട്ട് മര്യാദയ്ക്ക് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റോമാണെങ്കിൽ സിറിനെ ഞാൻ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടായിരുന്നു. പിന്നെ അവൻ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ആലോചിച്ച ശേഷം മനസ്സിലായി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവൻ വീട്ടിലേക്ക് പോയിട്ട് അവൻ്റെ ഫിയാൻസിനെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോകണമെന്ന്. അത് കേൾക്കുമ്പോൾ ക്യാനാണെങ്കിൽ നല്ല സങ്കടം വന്നാൽ ചെറുതായിട്ട് കരയുന്നുണ്ട്. ആ സമയം റോം നീ ഇവിടെ നിന്ന് ഇങ്ങനെ കരയല്ലേ, എല്ലാവരും വിചാരിക്കും ഞാനാണ് നിന്നിട്ട് കരയിപ്പിക്കുന്നത്, നീ വിഷമിക്കാതിരിക്കുക, ഇത്രയും മോശമായിട്ടുള്ളൊരു ദിവസം ഇന്നിങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ആയി ദൈവമേ നാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് റോമാണെങ്കിൽ അങ്ങ് പോവുകയാണ്. ആ സമയം വിം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിമ്മാണെങ്കിൽ ഇവ ഒരുമാതിരി ഇങ്ങനെ നനങ്ങി വിളിച്ച് വിഷമിച്ചൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ഓടി വന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ എന്നെ സിറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. അതിനുശേഷം സിറിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ലുക്രയുടെയും അമ്മയുടെയും കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ എനിക്ക് കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ നീ കല്യാണത്തിന് താല്പര്യം കാണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞുകൊണ്ടേ നിൻ്റെ ഇവളുടെയും കല്യാണം, അതിനുശേഷം നീയാണെങ്കിൽ എൻ്റെ കമ്പനി തന്നെ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ഞാനാണെങ്കിൽ ഇവളെ കല്യാണം കഴിക്കുന്നില്ല, അതാണ് ഞാൻ പറയാനായിട്ട് ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മയാണെങ്കിൽ ഞാൻ എന്ത് പറയുന്നോ നീ അതേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല ഒരിക്കലും ഞാൻ ചെയ്തില്ല, നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്താലും ശരി ഞാൻ ഒരിക്കലും ഇനി നിങ്ങൾ പറയുന്നത് അനുസരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിമ്മിനെയും ക്യാനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ സിറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ട് ഡോർ വഴി ഇവർക്ക് കയറാൻ പറ്റില്ല, കാരണം കുറേ സെക്യൂരിറ്റി നിൽപ്പുണ്ട്, കയറ്റി വിടത്തില്ല. അതുകൊണ്ട് തന്നെ വിമ്മ് സൈഡ് വഴി ഇവനെ കയറ്റി വിടാണ്. ആ സമയം സെക്യൂരിറ്റി ഇവരെ കണ്ടിട്ട് ഓട്ടിക്കുന്നുണ്ട്. അതേ ടൈമിൽ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ വിമ്മാണെങ്കിൽ അവനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് വിമ്മ് സെക്യൂരിറ്റീസിനെ എല്ലാവരെയും ഡിസ്ട്രാക്ട് ചെയ്യാണ്. ആ സമയം സെക്യൂരിറ്റീസ് നിൽക്കുക അവിടെ നിന്നും പറഞ്ഞ് ഇങ്ങനെ അവനെ ടോട്ടിക്കുന്ന കേട്ടിട്ട് സിറും അവൻ്റെ അമ്മയും ലുപ്രയെല്ലാം എന്താ സംഭവിക്കുന്നത് നോക്കുന്നുണ്ട്. അതേസമയം ക്യാൻ എങ്ങനെയൊക്കെയോ സിറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിറ് ക്യാനെ കാണുമ്പോൾ ക്യാൻ നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നീ ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആയോ എന്ന് വെച്ചപ്പോൾ സിർ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നീ എപ്പോഴെങ്കിലും ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നതിനെ പറ്റി ആലോചിച്ചോ എന്ന് വെച്ചപ്പോൾ സിർ അതിനും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കുന്ന നിർത്തുമോ എന്ന് വെച്ചപ്പോൾ അതും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ എങ്കിൽ പിന്നെ നിൻ്റെ അമ്മയുടെ അടുത്ത് പറ നമ്മുടെ ഒരു ഇഷ്ടത്തിലാണെന്നും നമ്മൾ ഒരുമിച്ചാണെന്നും നമ്മൾ ഒരിക്കലും പിരിയത്തില്ലെന്നും പറയാനായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സിറിന് സന്തോഷമാവുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ലുക്രയ്ക്കും അവൻ്റെ അമ്മയ്ക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അമ്മയാണെങ്കിൽ നീ ഇവനെ സ്നേഹിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, പക്ഷേ ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ പറയുന്ന പെങ്കൊച്ചിനെ മാത്രമേ നീ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം സിർ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക, പക്ഷേ എന്തൊക്കെ വന്നാലും ഞാനിവിടെ കല്യാണം കഴിക്കത്തുമില്ല. നിങ്ങൾ എന്നെ ഇവനെ ഹേർട്ട് ചെയ്യാൻ നോക്കിയെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ചുമ്മാ നിന്ന് തരാനും പോകുന്നില്ല, നിങ്ങൾ ഇവനെ തൊടത്തുമില്ല, ഇവനൊന്നും ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയാമല്ലോ, നീ എനിക്കുള്ള പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറയുന്നു അതേ നീ കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ സിറാണെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാണ്, അല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒന്നും അല്ലാതെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ ശരി നീ പോകണമെങ്കിൽ പോക്കോ, അതിന് പകരമായിട്ട് എനിക്ക് പുതിയൊരു പ്രോപ്പർട്ടീനെ കൊണ്ടുതാ, എന്തായാലും നിൻ്റെ അനിയൻ സോണനെ അച്ഛനാണെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ കൊണ്ടു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് സോൺ കയറി വന്നിട്ട് ഞാൻ പകരമായിട്ട് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരെല്ലാവരും ഷോക്കാവുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്കും. അതേസമയം അച്ഛ കയറി വന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛനും കയറി വരുന്നുണ്ട്. ഇവരുണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും സിറിൻ്റെ അമ്മയാണെങ്കിൽ ഷോക്കായിട്ട് നിങ്ങളടുത്ത് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞല്ലേ ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ അച്ഛ സോൺ എന്തൊക്കെയാണ് പറയുന്നത്, അവനെയും കൊണ്ട് പോകാൻ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അവനായിട്ട് എടുത്ത തീരുമാനമെന്ന് പറയുന്നുണ്ട്. ആ സമയം സോൺ ഇത്രയും കാലം നീ അനുഭവിച്ചില്ലേ, എന്നെ നീ രക്ഷിച്ചില്ലേ, ഇനി നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണ്ടേ, നീയാണെങ്കിൽ ക്യാനെയും കൊണ്ട് പൊക്കോ, ഞാനിവിടെ നിന്നോളാന്ന് പറയുന്നുണ്ട്. ആ സമയം സിറിൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒരാൾ പോയാൽ മറ്റേ ആൾ അങ്ങനെയാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ സമ്മതിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം ലുപ്രയാണെങ്കിൽ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടത് സിറിനെയാണ്, പക്ഷേ ഇപ്പോൾ സിറ് പോയി കഴിഞ്ഞ് ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവൾ കല്യാണം കഴിക്കേണ്ടത് ഇവനെ ആവും, അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ സോണാണെങ്കിൽ സിറിൻ്റെ അടുത്ത് ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ സിറ് ക്യാനെയും കൊണ്ട് പോകുന്നുണ്ട്. അച്ഛനും പോകാനായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ അങ്ങ് പോവുകയാണ്. അതേസമയം ലുപ്രയുടെ കൈ പിടിച്ചിട്ട്
സോണാണെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്, എന്തായാലും ഇനി കല്യാണം കഴിക്കാവുന്ന നമ്മളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയം സെക്യൂരിറ്റി ഗാർഡ്സ് വിമ്മിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വിമ്മപ്പോൾ സിറും ക്യാനും നടന്നു പോകുന്നത് കണ്ടിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, എന്നെയും കൂടെ കൊണ്ടുപോകാനായിട്ട് കിടന്ന് വിളിക്കുന്നുണ്ട്. അതിനുശേഷം സിറും ക്യാനും പുറത്തെങ്ങോട്ടോ പോയിരിക്കുന്നുണ്ട്. ക്യാനപ്പോൾ ഇപ്പം നീ ഫ്രീയാ, നിനക്കിനി ഹാപ്പി ആയിട്ട് ജീവിക്കാം, എപ്പോഴും നിൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ സിറു നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാനപ്പോൾ ഞാൻ നിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ട് അവരിങ്ങനെ ബെഡിൽ ഇരിക്കുന്ന ടൈമിന് സിറാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ മെയിനായിട്ട് പറയുന്നത് പാരലൽ വേൾഡ് ശരിക്കും ഉണ്ടെന്നും താനത് കണ്ടു എന്നൊക്കെയാണ്. ക്യാൻ അവനെ ഡൗട്ടൊന്നും തന്നെ ചെയ്യാതെ എല്ലാം വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ജിന്നും വിമ്മും കൂടെ ആയിട്ട് ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നതാണ്. ആ സമയം വിമ്മാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് അവൻ്റെ മൈൻഡ് റീഡിങ് വെച്ചിട്ട് ക്ലബ്ബിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം വിമ്മാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിന്ന് എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വിമ്മപ്പോൾ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ജിന്നിനപ്പോൾ ഇവനിങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ഫസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. വിമ്മപ്പോൾ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. ആ സമയം ജിന്നാണെങ്കിൽ അപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് നീ സമ്മതിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം സിറിനെയും കാനിനെയും കാണിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു പാർക്കിലേക്ക് വന്നേക്കാണ്. ആ സമയം ക്യാനിൻ്റെ കയ്യിൽ ഇവരുടെ ഈ പേപ്പർ കപ്പ് ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഉപയോഗിച്ച് അവർ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണോ സംസാരിച്ചത്, അതായത് ക്യാനാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് നോക്ക് 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 ആരാ അവിടെ ഉള്ളതെന്നായിരുന്നു. അങ്ങനെ ആ ഡയലോഗൊക്കെ സംസാരിച്ചിട്ട് അവർ കുറച്ച് നേരം മുമ്പത്തെ ആ ഒരു ഓർമ്മയുടെ ഇതിൽ സംസാരിക്കുന്നുണ്ട്. സിർ എന്നിട്ട് എനിക്കിങ്ങനെ നിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നിൻ്റെ കൂടെയുള്ള എല്ലാ മൊമെൻറ്റ്സും ഞാൻ എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ BLനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടൊരു സംഭവമായിരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ജസ്റ്റ് ഒരു ലാഗ് തോന്നിയെങ്കിലും സംഭവം സെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.